ഹലോ സ്റ്റുഡൻസ്, ഇത് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ മൊഡ്യൂൾ 2 നോട്ട്സാണ്. ഇതിൽ ഓസിലോസ്കോപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ നജ്ല പാരി എന്ന് പറയുന്ന മിസ്സാണ്. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സഹായകരമായിരുന്നു ഞങ്ങൾക്ക് ഈ സെമിസ്റ്റർ മുഴുവൻ ഇത് നോക്കി പഠിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പഠിക്കാൻ പോകുന്നത് കാഥോഡ് റേ ട്യൂബിനെ കുറിച്ചാണ്. CRT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. CRTക്കകത്ത് ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് CRT ആ ട്യൂബിനകത്ത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പുറത്തേക്ക് 2 ഹീറ്ററിൻ്റെ പിന്നുകൾ പോകുന്നുണ്ട്, അതൊരു ബേസിലേക്ക് വരുന്നുണ്ട്. 2 പിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അകത്ത് എന്തുണ്ട്? ഒരു ഹീറ്ററുണ്ട്. ആ ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ആ ഹീറ്റർ ഉള്ളത്? ആ കാഥോഡിനെ ഹീറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യിക്കാനാണ് ഹീറ്റർ ഉള്ളത്. അതിന് അടുത്ത് തന്നെ ഒരു ഗ്രിഡ് ഉണ്ട്, പിന്നെ കുറേ ആനോഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ 3 തരം ആനോഡുകളാണ് ഉള്ളത്. ആദ്യം തന്നെ പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡുണ്ട്, പിന്നെ ഫോക്കസിങ് ആനോഡുണ്ട്, പിന്നെ ആക്സിലറേറ്റിംഗ് ആനോഡുണ്ട്. ഇതിലൂടെ കടന്നു വരുന്ന ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നറിയോ? ആദ്യം തന്നെ ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വഴി ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് പോവുകയും ആ ബീം അവസാനം ഒരു ഫോസ്ഫറസ് സ്ക്രീനിലേക്ക് വന്ന് പതിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു അക്വാഡാഗ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, അതിൽ ആ സ്ക്രീനിൽ ഒരു അക്വാഡാഗ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ CRTയിൽ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്വാഡാഗ് കോട്ടിംഗ് നമ്മൾ കൊടുക്കുന്നത്, സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസിന്. ഓക്കെ, അതേപോലെ അതൊരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഫോസ്ഫറിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത്? ഫോസ്ഫർ സ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാരണം എന്താണ്? ഫോസ്ഫറസൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണത്. അതായത് ഫോസ്ഫർ അടിച്ചിട്ടുള്ള കോട്ടഡ് ആയിട്ടുള്ള ഒരു സ്ക്രീനിലേക്ക് ഒരു ഒരു ബീം വന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യും അത്. ഓക്കെ, ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ഫോസ്ഫറിന്. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസൻസ് പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫർ സ്ക്രീന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഒരു CRT എന്ന് പറയുന്നത്. അപ്പോൾ CRTക്കകത്ത് കാഥോഡിനെ ഹീറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് വരികയും ഇലക്ട്രോൺസിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രോൺസ് നല്ലോണം സ്പ്രെഡായി പോകാൻ സാധ്യതയുണ്ട്, കാരണം അത് തമ്മിൽ റിപ്പൽ ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് നമുക്കൊരു പോയിൻറ്റിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആനോഡുകൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുക. അത് ഫോക്കസിങ് ഞാൻ പറഞ്ഞുതരാം, അതൊരു സ്റ്റെപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഇതിലുണ്ട്. അപ്പോൾ ഇത് വരയ്ക്കാൻ വൃത്തിയായിട്ട് പഠിക്കുക, ഇലക്ട്രോൺ ഗണ്ണ് ഇതും വരയ്ക്കാൻ വൃത്തിയായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാനും നിങ്ങൾക്ക് അറിയണം. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഉണ്ട്. ഇലക്ട്രോൺ ഗണ്ണിൽ കാഥോഡ് ഉണ്ട്, കൺട്രോൾ ഗ്രിഡ് ഉണ്ട്, പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്, ഫോക്കസിങ് ആനോഡ്, ആക്സിലറേറ്റിംഗ് ആനോഡ്. അതേപോലെ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്. ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്. പിന്നെ ഫ്ലൂറസൻസ് സ്ക്രീൻ ഉണ്ട്. ഫ്ലൂറസൻസ് സ്ക്രീനിൽ അത് ഫ്ലാറ്റായിട്ടോ കോൺവെക്സ് ആയിട്ടോ ഉള്ള ഒരു ഫ്ലൂറസൻസ് സ്ക്രീൻ ഉണ്ട്. പിന്നെ അതിൽ ഒരു ഫോസ്ഫർ കോട്ടഡാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാൻ അറിയണം. ഗ്ലാസ് ബോഡിയും ബേസും ഉണ്ട് എന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഓപ്പറേഷൻ ഓഫ് CRT എന്താണ്? അതും നമുക്കറിയാം. കാഥോഡ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമ്പോൾ ഈ ആനോഡുകളെല്ലാം ഇതിനെ ഫോക്കസ് ചെയ്തിട്ട്, ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്തിട്ട് ആ ഇവിടെ ഒരു ഫോസ്ഫർ സ്ക്രീനിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് ജനറേറ്റ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺ ബീമിനെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് അതിനെ വെർട്ടിക്കലിയും ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ആ പോയിൻറ്റിനെ, ആ ബ്രൈറ്റ് സ്പോട്ടിനെ. അപ്പോൾ ഇലക്ട്രോൺ ബീം ഫോസ്ഫർ കോട്ടഡ് ആയിട്ടുള്ള സ്ക്രീനിൽ പോയി ഇത് ചെയ്യുമ്പോൾ, ബൊമ്പാർഡ് ചെയ്യുമ്പോൾ, സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സിഗ്നൽ വേവ് ഫോം അവിടെ ജനറേറ്റ് ആവുകയും ആ ജനറേറ്റ് ആയിട്ടുള്ള സിഗ്നൽ ഏതാണ് സിഗ്നൽ? നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് CROയിലേക്ക് എന്ത് ഇൻപുട്ടാണോ കൊടുത്തിട്ടുള്ളത് ആ സിഗ്നൽ അവിടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണുകയും ചെയ്യും, ആ ഫോസ്ഫറസൻസ് കാരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് CRTക്കകത്ത് സംഭവിക്കുന്നത്. CRTക്കകത്ത് ഗ്രാറ്റിക്യൂൾ എന്താണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഗ്രാറ്റിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അതിൽ കുറേ ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ, കാലിബ്രേഷൻസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ആ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ
നടുക്കൊരു വരയുണ്ട്, നടുക്കൊരു പ്ലസ് പോലത്തെ വരയുണ്ട്, ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് പോകുന്നൊരു വരയുണ്ട്, മേജർ ഡിവിഷൻസ് ഉണ്ട്, മൈനർ ഡിവിഷൻസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഈ ഗ്രിഡ് മാർക്കിങ്ങുകളെയാണ് ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്. ഓരോ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ലൈനിനും ഒരു മേജർ ഡിവിഷനെയാണ് ഇത് ചെയ്യുന്നത്. ഒരു ഗ്രാറ്റിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/10 ആണ് പാറ്റേണിലാണ് നമ്മുടെ ഫുൾ സ്ക്രീൻ കാണുന്നത്. പിന്നെ ഈ വോൾട്ട് പെർ ഡിവിഷൻ, സെക്കൻഡ് പെർ ഡിവിഷൻ എന്നാണ് നമ്മുടെ ഗ്രാറ്റിക്യൂൾസിനെ നമ്മുടെ ഈ ഓസിലോസ്കോപ്പ് കൺട്രോൾസിൽ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക, എഴുതി വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഒരു ഇതിൽ വോൾട്ട് പെർ ഡിവിഷൻ ആയിരിക്കും. എന്തിലാണ് വോൾട്ട് പെർ ഡിവിഷൻ? വൈ ആക്സിസിലേക്ക് വരുന്ന ഇതിലേക്ക് ഓസിലോസ്കോപ്പിൻ്റെ ആ ഗ്രാറ്റിക്യൂളിനെയാണ് വോൾട്ട് പെർ ഡിവിഷൻ എന്ന് പറയുന്നത്. ഒരു മേജർ ഡിവിഷനെയാണ് ഇത്രയും വോൾട്ട് പെർ ഡിവിഷനിലായിരിക്കും അത് ഇരിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ് ആക്സിസിൽ വരുന്ന ഗ്രാറ്റിക്യൂളിൻ്റെ മേജർ ഡിവിഷൻ എന്ന് പറയുന്നത് ഓരോന്നും അത് സെക്കൻഡ് പെർ ഡിവിഷൻ ആയിരിക്കും. ഇത്ര സെക്കൻഡ് പെർ ഡിവിഷൻ എന്നായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിക്യൂളിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വെക്കണം. അതൊരു ചെറിയൊരു ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്, എസ് സി ക്വസ്റ്റ്യൻ അല്ല. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആനോഡിന് ഈ 3 ആനോഡുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? അതായത് നമ്മുടെ ഈ പ്രീ ആക്സലറേറ്റിംഗ് ആനോഡും ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ വോൾട്ടേജ് സപ്ലൈയിലായിരിക്കും കൊടുക്കുന്നത്. എന്നാൽ ഫോക്കസിങ് ആനോഡിന് അത്ര ഹൈ സപ്ലൈ അല്ല. ഓക്കെ, അപ്പോൾ ഫോക്കസിങ് ആനോഡ്, നടുക്കുള്ള ആനോഡ് അത്ര ഹൈ പോസിറ്റീവ് അല്ല. ഓക്കെ, ഒരു ലോ പോസിറ്റീവ് സപ്ലൈയും പ്രീ ആക്സലറേറ്റിംഗ് ആനോഡും ഹൈ വോൾട്ടേജ് സപ്ലൈയിലേക്കും ഹൈ പോസിറ്റീവ് സപ്ലൈയിലേക്കാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു വോൾട്ടേജ് ഡിഫറൻസ് വന്നില്ലേ ഇവർ തമ്മിൽ? അപ്പോൾ ഇലക്ട്രോൺ പോകുന്ന വഴിയിൽ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട്. ആ വോൾട്ടേജ് ഡിഫറൻസ് കാരണം എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആനോഡുകൾ ഒരു ഡബിൾ കോൺകേവ് ലെൻസിൻ്റെ ഇഫക്റ്റിലാണ് പ്രവർത്തിക്കുക. ആ ഇലക്ട്രോണിനെ ഒരു ലൈറ്റ് ഡബിൾ കോൺകേവ് ലെൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് തന്നെയാണ് ഇവിടെ ഈ ഇലക്ട്രോൺസ് ഈ അറേഞ്ച്മെൻറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് വളരെ നാരോ ആയിട്ട് വരുന്ന ബീം ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽ ചെയ്ത് സ്പ്രെഡ് ഔട്ടായി പോയി ഫൈനലി അത് തിരിച്ച് വീണ്ടും നാരോ ബീമാക്കി മാറ്റാൻ നമുക്ക് പറ്റും ഡബിൾ കോൺകേവ് ലെൻസിൻ്റെ ഇഫക്റ്റ് കൊണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് സിസ്റ്റം ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഫൈനലി സ്ക്രീനിൽ ഒരു സ്പോട്ടായിട്ട് അത് കാണാൻ പറ്റും. ഓക്കെ, ഒരു ബ്രൈറ്റ് സ്പോട്ടായിട്ട് അത് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്തത് ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഉണ്ട്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്നത് ഈ വെർട്ടിക്കൽ ആംപ്ലിഫയറിലാണ്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എങ്ങനെയാണ്? അതൊരു കപ്പാസിറ്റർ പോലെയാണ് വർക്ക് ചെയ്യുക. അതായത് വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണ്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഡിസ്ചാർജിങ്ങും ആണ് സംഭവിക്കുക. കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആണ് സംഭവിക്കുക. പിന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്റ്റേണൽ സിഗ്നൽ കൊടുക്കണമെങ്കിൽ EXT എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്വിച്ചാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അപ്പോൾ അതിൻ്റെ പണി എന്താണെന്നറിയോ? നമ്മുടെ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൻ്റെ പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീപ്പ് ചെയ്യുക എന്നുള്ള പണിയാണ് അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടൈമിൻ്റെ ഫങ്ഷനാണ് ആ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ചെയ്യേണ്ടത്. ടൈം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വീപ്പ് ജനറേറ്റർ വഴിയാണ്. അതാണ് ഒരു ടൈം ബേസ്ഡ് ജനറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ സ്വീപ്പ് ജനറേറ്റർ വഴിയാണ്, ടൈം ബേസ്ഡ് ജനറേറ്ററാണ്. അതൊക്കെ ഹൊറിസോണ്ടലാണ് എന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. പിന്നെ CROനെ കുറിച്ച് പഠിക്കാം. CROൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എല്ലാ ബ്ലോക്കുകളും വെർട്ടിക്കൽ ആംപ്ലിഫയർ, മുകളിൽ ഡിലേ ലൈൻ ഉണ്ട്, അതേപോലെ തന്നെ CRT ഉണ്ട്. CRT ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർട്ട് ഓഫ് എ CRO എന്ന് പറഞ്ഞാൽ CRT ആണ്. അതുകൂടാതെ വേറെ കുറേ ബ്ലോക്ക് ഡയഗ്രാംസും ബ്ലോക്കുകളും ഇതിൽ വരുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ബ്ലോക്കുകൾ എന്തൊക്കെയാണ്? വെർട്ടിക്കൽ ആംപ്ലിഫയർ, ഡിലേ ലൈന്, ട്രിഗർ സർക്യൂട്ട്, ടൈം ബേസ്ഡ് ജനറേറ്റർ, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, പിന്നെ അതിൽ തന്നെ ഡിഫ്ലക്ഷൻ പ്ലേറ്റുകൾ, ഡിഫ്ലക്ഷൻ സിസ്റ്റം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് CROയിൽ. അപ്പോൾ ഈ ഡയഗ്രാം വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. CROൻ്റെ ഡയഗ്രാം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. CRTയെക്കുറിച്ച് എഴുതാൻ അറിയണം, പവർ സപ്ലൈ സെക്ഷനെ കുറിച്ച് എഴുതാൻ അറിയണം, പിന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ച് എഴുതാൻ അറിയണം, ട്രിഗറിങ് സർക്യൂട്ടിനെ കുറിച്ച് എഴുതാൻ അറിയണം. ട്രിഗറിങ് സർക്യൂട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസിലുള്ള ഇലക്ട്രോൺ ബീം ഡിഫ്ലക്റ്റ് ആവും എന്ന് പറഞ്ഞല്ലോ. ഇലക്ട്രോൺ ബീം എക്സ് ആക്സിലും വൈ ആക്സിലും ഡിഫ്ലക്റ്റ് ആവും. അപ്പോൾ അതിന്
ഒരു ട്രിഗറിങ് സർക്യൂട്ട് കൊടുക്കുന്നുണ്ട് സിങ്ക്രണൈസ് ചെയ്യാൻ. രണ്ടും തമ്മിലൊരു സിങ്ക്രണൈസേഷൻ വേണ്ടേ, എന്നാലല്ലേ രണ്ടും ഒരേ പോയിന്റിൽ വന്ന് നമുക്ക് ഔട്ട്പുട്ടും വൃത്തിയായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് അതേപോലെ കാണണമെങ്കിൽ സിങ്ക്രണൈസ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ട്രിഗറിങ് സർക്യൂട്ട്. ഡിലേ ലൈൻ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ ഡിലേ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറച്ച് സമയം കൊടുക്കുന്നതാണ്. വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും ഒരേ സമയത്ത് സിഗ്നൽസ് റീച്ച് ആവണം, എന്നാലേ ഇത് തമ്മിലൊരു സിങ്ക്രണൈസേഷൻ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഡിലേ ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ആംപ്ലിഫയറിന് ശേഷം നമ്മൾ ഒരു ഡിലേ ബ്ലോക്ക് കൊടുക്കുന്നുണ്ട്. ഇനി CRO എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? CROയിൽ ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് എവിടെയാണ് കൊടുക്കുന്നത്? ഇൻപുട്ട് എപ്പോഴും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലാണ് കേട്ടോ. ടൈം ബേസ് ജനറേറ്റർ എന്താണ്? ഒരു സോ ടൂത്ത് വേവ് ഫോമാണ് ഉണ്ടാക്കുക, സ്വീപ്പാണ് ഉണ്ടാക്കുക. സോ ടൂത്ത് ജനറേറ്റർ അത് ആംപ്ലിഫൈ ചെയ്ത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കൊടുക്കുകയും ഈ ഇലക്ട്രോൺ ബീം, ആരാണ് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്തത്? ഇലക്ട്രോൺ ഗണ്ണ്. ഇലക്ട്രോൺ ഗണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീം, ഇലക്ട്രോൺ ഗണ്ണ് എവിടെയുണ്ട്? CRTക്ക് ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ CRTക്ക് ഉള്ളിലുള്ള ഇലക്ട്രോൺ ബീം, ഇലക്ട്രോൺ ഗണ്ണ് പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺ ബീം ആര് ഡിഫ്ലക്റ്റ് ചെയ്യും? ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും കൂടെ ഡിഫ്ലക്റ്റ് ചെയ്ത് അത് ഫോസ്ഫർ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുകയും അവിടെ ഒരു വേവ് ഫോം അപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. ആ വേവ് ഫോമാണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് സപ്ലൈ വേണം. എന്തിന്? CRT പ്രവർത്തിക്കാൻ ഒരു ഹൈ വോൾട്ടേജ് സപ്ലൈയും ബാക്കി ബ്ലോക്കുകൾ പ്രവർത്തിക്കാൻ ഒരു ലോ വോൾട്ടേജ് സപ്ലൈയും CROന് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് CROയ്ക്ക് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ്സ് പഠിക്കാനുണ്ട്. അതായത് AC വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യാം, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം നിങ്ങളൊക്കെ CRO കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു വൈൻ്റെ ഗെയിന് 1 വോൾട്ട് പെർ ഡിവിഷൻ ആണ് എങ്കിൽ ഈ തന്നിട്ടുള്ള AC വേവ്, ഈ സൈൻ വേവിൻ്റെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എത്രയാണെന്നൊന്ന് പറഞ്ഞു നോക്കൂ. പീക്ക് ടു പീക്ക് നമുക്കറിയാം, മുകളിലേക്കുള്ള പീക്ക് 3 ബ്ലോക്കുകളിലും താഴേക്കുള്ള പീക്ക് 3 മേജർ ഡിവിഷനുകളിലൂടെയാണ് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 3 6. ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 വോൾട്ട് പെർ ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ 1 വോൾട്ട് പെർ ഡിവിഷനും ഉണ്ട്. ഇൻറ്റു എത്ര ഡിവിഷൻസ് ഉണ്ട്? എത്ര മേജർ ഡിവിഷൻസ് ഉണ്ട്? 6. ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ തന്നെ 6 വോൾട്ടാണ് മുകളിൽ നിന്ന് താഴെ വരെയുള്ള VPP എന്ന് പറയുന്ന പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി നോക്കൂ. ടൈം ബേസ് ഫ്രീക്വൻസി കിടക്കുന്നത് 50 ഹെർട്സിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഒരു പീക്കിൽ നിന്ന് വന്ന് അടുത്ത പീക്കിലേക്ക് എത്താൻ 2 പ്രാവശ്യം 2 ഇതിലേക്ക് പോകുന്നുണ്ട്, 2 വേവ് ഫോം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് 100 ഹെർട്സാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് താഴെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വോൾട്ടേജ് മെഷർമെൻറ്റ് മനസ്സിലായല്ലോ. DC വോൾട്ടേജിനെ എങ്ങനെ മെഷർ ചെയ്യുന്ന നോക്കൂ. ഇൻപുട്ട് ഒന്നുമില്ല, അങ്ങനെയാണ്. ടൈം ബേസ് ഓഫ് ആണെങ്കിൽ ഒരു കുത്ത് മാത്രമേ വരുള്ളൂ. ടൈം ബേസ് ഓൺ ആണെങ്കിൽ 0 വോൾട്ടിൽ നടുക്കൊരു ലൈൻ വരും. എന്നാൽ DC സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 വോൾട്ട് പെർ ഡിവിഷനിൽ ഒരു DC സപ്ലൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ ടൈം ബേസ് ഓഫ് ആണെങ്കിൽ ആ കുത്ത് 3 വോൾട്ടിൻ്റെ അവിടെ പോയിട്ട് നടുക്ക് പോയി നിൽക്കും. ടൈം ബേസ് ഓൺ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ലൈൻ വരും, 3 വോൾട്ടിൻ്റെ അവിടെ ഒരു ലൈൻ വരും. -3 വോൾട്ട് ആണെങ്കിൽ ഇതേപോലെ തന്നെ താഴേക്ക് ഒരു ലൈൻ വരും. ടൈം ബേസ് ഓഫ് ആണെങ്കിൽ ഒരു കുത്തും വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെഷർമെൻറ്റ്സിൽ പഠിക്കാനുള്ളത്. ടൈം പീരീഡ് എങ്ങനെയാണ് മെഷർ ചെയ്യുക? ടൈം പീരീഡ് മെഷർ ചെയ്യുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് ടു കംപ്ലീറ്റ് 1 സൈക്കിൾ ഇൻറ്റു ടൈം പെർ ഡിവിഷൻ. ഓക്കെ, ടൈം പെർ ഡിവിഷൻ ഇൻറ്റു നമ്പർ ഓഫ് ഡിവിഷൻസ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഡിവിഷൻസ്. അടുത്തത് ആണ് ലിസാജസ് പാറ്റേൺ. ലിസാജസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇതിലും, ഓക്കെ, ഹൊറിസോണ്ടലിലും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും നമ്മൾ സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാറ്റേണിനെയാണ്, എന്താണോ സ്ക്രീനിൽ വരുന്നത് അതിനെയാണ് നമ്മൾ ലിസാജസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ലിസാജസ് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു എക്സാമ്പിളാണ് ലിസാജസ് പാറ്റേൺ. ഈ ലിസാജസ് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് 2 സാധനങ്ങൾ നമുക്ക് മെഷർ ചെയ്യാം. ഫ്രീക്വൻസി മെഷർ ചെയ്യാം, ഫേസ് ഡിഫറൻസ് മെഷർ ചെയ്യാം. ഓക്കെ, ഫ്രീക്വൻസി എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് ഈ ഫോർമുലയാണ് ഉപയോഗിക്കുക. മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസിക്ക് ഈ ഫോർമുലയാണ് ഉപയോഗിക്കുക. FV/FH = NH/NV. അതായത് FV എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൻ്റെ ഫ്രീക്വൻസി, അവിടെ കൊടുത്തിട്ടുള്ള ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി. FH എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൊടുത്തിട്ടുള്ള ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി. NH എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസീസും ഡിവൈഡഡ് ബൈ NV എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിക്കൽ ടാൻജൻസീസും. വെർട്ടിക്കൽ ടാൻജൻസി, ഹൊറിസോണ്ടൽ ടാൻജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവും. താഴെ ലിസാജസ് പാറ്റേണുകൾ നോക്കൂ. 2 ഫ്രീക്വൻസിയും ഒന്നാണ് എങ്കിൽ, വെർട്ടിക്കലിലും ഹൊറിസോണ്ടലിലും കൊടുത്തിട്ടുള്ള ഫ്രീക്വൻസികൾ ഒന്നാണെങ്കിൽ നമുക്കൊരു സർക്കിളാണ് വരിക. ഓക്കെ, ഇപ്പോൾ FV = 2FH ആണെങ്കിൽ, ഓക്കെ, വെർട്ടിക്കൽ ഫ്രീക്വൻസി 2 ടൈംസ് ഹൊറിസോണ്ടൽ ഫ്രീക്വൻസി ആണെങ്കിൽ 2 ഇതുപോലെ വരും. ഓക്കെ, 2 പാറ്റേണുകൾ വരും. അതിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ടാൻജൻറ്റ് വരച്ചാൽ ഹൊറിസോണ്ടലായിട്ട് ആ ടാൻജൻറ്റ് എവിടെയൊക്കെ മുട്ടുന്നുണ്ട്? 2 ഇടത്ത് ചെന്ന് മുട്ടുകയും, ഒരു വെർട്ടിക്കൽ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ, ഒരു ടാൻജൻറ്റ് വരച്ചാൽ അത്
ഈ ലിസാജസ് പാറ്റേൺ ഒരിടത്തല്ലേ, അതായത് ഒരു വെർട്ടിക്കൽ ടാൻജൻറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ. ഒരു ഹൊറിസോണ്ടൽ ടാൻജൻ്റ് ആണെങ്കിലോ രണ്ടിടത്ത് മുട്ടുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ ടാൻജൻറ്റ് വരച്ചാൽ അത് ഒരിടത്തെ മുട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ FV/FH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതായത് 2/1 എന്ന് കിട്ടും. അതായത് FV/FH എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് FV = 2FH ആണ്. വെർട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് ഹൊറിസോണ്ടൽ ഫ്രീക്വൻസിയാണ്. FV = 3FH ആകുമ്പോൾ ഇങ്ങനെ വരുമെന്ന് വരച്ച് വയ്ക്കുക. അതേപോലെ തിരിച്ചാണ് ഇങ്ങനെ വരിക. FV = ½ FH ആണെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ടായിരിക്കും അതിൻ്റെ പാറ്റേൺ വരിക. ഓക്കെ, വെർട്ടിക്കൽ പാറ്റേൺസ് ആയിരിക്കും വരിക. FV = 1/3FH, FV = 1/4 എന്ന് പറഞ്ഞാൽ 4 പാറ്റേണുകൾ, ഒരേപോലുള്ള പാറ്റേണുകൾ താഴേക്കാണ്, വെർട്ടിക്കലായിട്ടാണ് വരിക. ഓക്കെ, FV = 1/5FH ഇങ്ങനെയുമാണ് വരിക. ലിസാജസ് പാറ്റേൺ മറക്കാതെ പഠിക്കുക. ഇത് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫേസ് ഡിഫറൻസ് ഇനി എങ്ങനെ മെഷർ ചെയ്യാൻ നോക്കാം. ഫേസ് ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽസ് വിച്ച് ഹാവ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി, അത് രണ്ട് സെയിം ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി ആയിരിക്കണം. ഫേസ് വ്യത്യാസമുള്ള 2 സിഗ്നലാണ് നമ്മൾ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കും കൊടുക്കുന്നത്. അതായത് ഇത് നമ്മൾ ഫേസ് ഡിഫറൻസ് 0 അല്ലെങ്കിൽ 360 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വരാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇങ്ങനൊരു സ്ട്രേറ്റ് ലൈനാണ്. ഓക്കെ, ലിസാജസ് ഫിഗർ എന്ത് വരും? XY സ്വിച്ച് അമർത്തിയാൽ നമുക്ക് എന്ത് വരും? ഒരു സ്ട്രേറ്റ് ലൈൻ വരും. 90 ഡിഗ്രി 270 ഡിഗ്രി ആണെങ്കിലോ 90 ഡിഗ്രിയോ 270 ഡിഗ്രിയോ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിലോ ഒരു സർക്കിൾ വരും. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പുള്ള ലൈനല്ല, നെഗറ്റീവ് സ്ലോപ്പുള്ള ലൈൻ വരും. അപ്പോൾ സാധാരണ ഒരു ലിസാജസ് പാറ്റേൺ എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കും, കോഴിമുട്ടയുടെ പോലത്തെ ഒരു ഷേപ്പായിരിക്കും. അതിൻ്റെ ഫേസ് ഡിഫറൻസിൻ്റെ ഫോർമുല എന്തായിരിക്കും എന്നറിയോ? θ = sin inverse A/B. A എന്താണ്, B എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. കണ്ടോ, ഈ ഡയഗ്രത്തിൽ നിന്ന് A എന്താണ്, B എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? സെൻറ്ററിൽ നിന്ന് ഹാഫ് മൈനർ ആക്സിസിലേക്കുള്ള ഡിഫറൻസും പിന്നെ ഹാഫ് മേജർ ആക്സിസിലേക്കുള്ള ഡിഫറൻസുമാണ്. മുകളിലേക്ക് എത്ര പോയിട്ടുണ്ട്, ഇൻ്റർസെപ്റ്റ് പോയിട്ടുണ്ട്, എക്സ് ആക്സിസിലേക്ക് എത്ര ഇൻ്റർസെപ്റ്റ് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ എയും ബിയും. അതൊന്ന് ഫിഗർ മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഈ ഫിഗർ വരയ്ക്കുക, θ = sin inverse A/B എന്ന് എഴുതുക. പിന്നെ ഈ മുകളിലുള്ള 3 ഫിഗേഴ്സും വരച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇതിനെക്കുറിച്ച് എഴുതുക. 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആണെങ്കിൽ ലിസാജസ് പാറ്റേൺ ഇങ്ങനെയാണ് വരിക. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്ത് ഫേസ് ഡിഫറൻസ് 0 ഡിഗ്രിയാണ് അല്ലെങ്കിൽ 360 ഡിഗ്രിയാണ്. അത്രയേ ഉള്ളൂ. ഫേസ് എങ്ങനെ മെഷർ ചെയ്യാം, ഫേസ് ഡിഫറൻസ് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഈ ഫിഗേഴ്സും കുറച്ച് എക്സ്പ്ലനേഷൻ കൂടെ ഉണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയ സെക്കൻഡ് മൊഡ്യൂൾ ഒരുവിധം കഴിഞ്ഞു. DSO നോക്കാതെയും നിങ്ങൾക്ക് DSO ഓർ ക്വസ്റ്റ്യനാണ് എപ്പോഴും വരുന്നത്, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. അപ്പോൾ അത് നോക്കാതെയും നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻസ് ഫുള്ള് കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും നോക്കിയിട്ട് പോവുക. ഇതുവരെ ഒന്നും നോക്കാത്തവരാണെങ്കിൽ ഇത്രയെങ്കിലും നോക്കിയിട്ട് പോവുക. ജയിക്കാനുള്ള എല്ലാ സാധ്യതയുള്ള പേപ്പറാണ് EMI. അത്ര എളുപ്പമാണ്. ഈ കണ്ടതൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന സംഭവങ്ങളാണ്. എങ്ങനെയെങ്കിലും ഇത് പഠിച്ച് പോവുക.